നമസ്കാരം. മണി മാജിക്കിൻ്റെ മറ്റൊരു പങ്ക്തിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോർകാസ്റ്റും മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർകാസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞതിൽ 10 ലക്ഷം രൂപ വരെ ആയിരിക്കും നമ്മുടെ പുതിയൊരു ഇൻകം ടാക്സ് റെജീം പ്രകാരം അല്ലെങ്കിൽ സ്ലാബ് പ്രകാരം 10 lakhs വരെ ടാക്സ് എക്സംപ്റ്റഡ് ആയിരിക്കും എന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിരുന്നു. അത് 12 lakhs വരെ എക്സംപ്റ്റഡ് ഇൻകത്തിലോട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 25% എന്ന് പറയുന്ന ഒരു പുതിയൊരു റേറ്റ് സ്ലാബ് ഇൻകം ടാക്സ് റേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളത്. അതിലും ആ പറയുന്ന 25% എന്ന് പറയുന്ന ടാക്സ് റേറ്റ് നമുക്ക് അതിൽ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്. സോ ഇതിനെല്ലാം പുറമേ തന്നെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ ബഡ്ജറ്റിലെ ഈ പറയുന്ന ഇൻകം ടാക്സ് സ്ലാബ് ന്യൂ റെജിമിലുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കോമൺ മാൻ അല്ലെങ്കിൽ സാധാരണ ജനത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടും കൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചേക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പം കുറച്ച് ടൈം എടുക്കുമായിരിക്കാം. പക്ഷേ നമുക്കത് എങ്ങനെ അത് ഉപകാരപ്പെടുന്നുണ്ട്, എങ്ങനെ നമുക്കത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചെറിയൊരു ഒന്ന് സമ്മറൈസ് ചെയ്ത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പറഞ്ഞാൽ പുതിയ ഇൻകം ടാക്സ് റെജീം ആക്ട് സ്ലാബ് എന്ന് പറയുന്നത് 0 to 4 വരെ 0% ടാക്സ് റേറ്റ്, 4 to 8% വരെ 5% ടാക്സ് റേറ്റ്, 8 to 12 lakhs വരെ നമുക്ക് 10% ടാക്സ് റേറ്റ്, 12 lakhs to 16 എന്ന് പറയുന്നത് 15%, 16 to 20 lakhs എന്ന് പറയുന്നത് 20%, 20 to 24 lakhs എന്ന് പറയുന്നത് 25%, ആൻഡ് എബോവ് 24 lakh 24 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നവർക്ക് മാത്രം 30% എന്ന് പറയുന്ന പുതിയൊരു ടാക്സ് സ്ലാബാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ആർക്കൊക്കെ ഗുണകരമാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തി 12 ലക്ഷം രൂപ വരെ വരുമാനം നേടുന്ന ഏതൊരു വ്യക്തിക്കും, സാലറിഡ് പേഴ്സണിന്, ഞാൻ പറയുന്നത് സാലറീഡ് ആണ്, നമുക്കിതിനകത്ത് ഷെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുമാനങ്ങൾ ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. സാലറീഡ് ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ഇൻകം വന്ന് വരുന്ന ഒരു വ്യക്തിക്ക് 12 ലക്ഷം രൂപ വരെ നമുക്ക് എന്തുണ്ടാവില്ല, ടാക്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും തെറ്റിദ്ധരിക്കരുത്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണ്ട എന്നല്ല, ഇൻകം ടാക്സിൻ്റെ അകത്ത് നമുക്ക് ടാക്സിൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നില്ല, ടാക്സിൽ നിന്ന് നമ്മൾ ഒഴിവായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട വേറൊരു വലിയൊരു ഫാക്ടറാണ് ഈ ഒരു പോയിന്റ്. നമുക്ക് അതിലോട്ട് വരാം. അപ്പം ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഒരു ബഡ്ജറ്റിനകത്ത് നമുക്ക് 7 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നമുക്ക് ടാക്സ് കൊടുക്കണ്ടായിരുന്നു. 7 ലക്ഷത്തിന് 1 ലക്ഷം രൂപയെങ്കിലും നമുക്ക് വരുമാനമുണ്ടെങ്കിൽ ആ ഒരു വരുമാനത്തിന് മേളിലുള്ള ടാക്സാണ് നമുക്ക് പേ ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ TDS പ്രൊവിഷൻസും എല്ലാം തന്നെ സാലറി വാങ്ങിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം. പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ഓർഗനൈസേഷൻസിലുള്ള എല്ലാ സാലറിഡ് വ്യക്തികൾക്കും അതിൻ്റെ ഒരു സ്ലാബ് കമ്പ്യൂട്ടേഷൻ ഓൾറെഡി അറിയാമായിരിക്കണം. പക്ഷേ പുതിയ ബഡ്ജറ്റിലെ പുതിയ ഒരു സ്ലാബ് റേറ്റ് കാരണം ഓൾറെഡി ടാക്സ് സ്ലാബിൽ പെട്ടിരുന്ന ഒരുപാട് വ്യക്തികൾക്ക് അതിൽ നിന്ന് ഇളവുകളോട്ട് മാറിയിട്ടുണ്ട്. ഓൾഡ് റെജീം ഓപ്റ്റ് ചെയ്യുന്ന ഇപ്പോഴും ഒരുപാട് പേരുണ്ട്. ഓൾഡ് റെജീം ഓപ്റ്റ് ചെയ്തിരുന്നവർക്ക് ചിലപ്പം ഇത് ഈ പറയുന്ന ഒരു ന്യൂ റെജീമിലെ ഈ ടാക്സ് സ്ലാബ് ചിലപ്പം കൺഫ്യൂഷൻസ് ആയിരിക്കാം. ഏതാണ് അവർക്ക് ഏറ്റവും നല്ലത്, അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓൾഡ് റെജീം ആണോ ന്യൂ റെജീം ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. അതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ആ പറയുന്ന നമ്മുടെ ഇൻകം എന്താണോ എന്നുള്ളത് കൃത്യമായിട്ട് കമ്പ്യൂട്ട് ചെയ്ത്, അപ്പോൾ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ നല്ലൊരു ടാക്സ് പ്രാക്ടീഷണറുടെ സഹായത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ കൺസൾട്ടൻസി നിൽക്കുന്ന ഒരു ഞങ്ങളെപ്പോലെ കൺസൾട്ടൻസി മേഖലയിൽ നിൽക്കുന്നവരുടെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഒരു കമ്പ്യൂട്ടേഷനിലോട്ട് എത്താവുന്നതാണ്. അപ്പം ഈ പറയുന്ന ബഡ്ജറ്റിൽ നമുക്ക് ന്യൂ റെജീം ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾഡ് റെജീമിലത്തേക്ക് യാതൊരു രീതിയിലുള്ള സപ്പോർട്ട്സും വന്നിട്ടില്ല. ന്യൂ റെജീമിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് സപ്പോർട്ട് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒരു വ്യക്തി ഇപ്പം യങ് ജനറേഷൻസ് ഒരു 21 വയസ്സ് മുതൽ 26, 27, അതായത് ഫാമിലി മാൻ ആകുന്നതിന് മുമ്പ് വരെയുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് സെക്ഷനിലുള്ള വ്യക്തികൾ, അവരുടെ ഇൻകം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം IT സെഗ്മെൻ്റ് ആണെങ്കിലും ഗവൺമെൻറ് സെഗ്മെൻ്റ് ആണെങ്കിലും നല്ലൊരു പേ സ്കെയിൽ വാങ്ങിക്കുന്ന വ്യക്തികളാണ്. ഇവർക്കെല്ലാം തന്നെയും സേവിങ്സ് എന്ന് പറയുന്നതിൽ ഓൾറെഡി PF ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കാം. ഇതിനുപരി ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോസ് ചിലപ്പം സ്റ്റോക്ക് മേഖലയിലും ഉണ്ടായിരിക്കാം. പക്ഷേ അതല്ലാതെ ഗവൺമെൻറ് നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള അലവൻസുകളുടെ ഡിഡക്ഷൻസ് ഒന്നും തന്നെയുമേ ഈ പറയുന്ന വ്യക്തികളൊന്നും തന്നെയുമേ സ്വീകരിച്ചിട്ട് ഉണ്ടാകുന്ന വ്യക്തികളായിരിക്കില്ല. അവരാരും തന്നെ അതിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിനുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ മുൻകാലങ്ങളിലുണ്ടായിരുന്ന ടാക്സ് സ്ലാബ് പ്രകാരം അവർക്ക് എന്ത് വേണ്ടി വന്നിരുന്നു, ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി അത് ഉണ്ടാവില്ല. അതായത് 7 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉണ്ടായിരുന്ന ആ ബ്രാക്കറ്റിലുള്ളവർക്ക് വരുമാനമുണ്ട്, സേവിങ്സ് ഇല്ല എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിളിന് ഒരു നല്ലൊരു എമൗണ്ടാണ് ടാക്സ് സേവിങ്സ് ആയിട്ട്
ഈ പറയുന്ന പുതിയ റെജീമിലെ പുതിയ സ്ലാബിലൂടെ നമുക്ക് മീൻസ് ഹെൽപ്ഫുൾ ആവുന്നത്. സോ അത്രയും എമൗണ്ട്, അത്രയും തന്നെ ടാക്സ് സേവ് ആവുകയാണ്. ആ പറയുന്ന ടാക്സ് പേ ചെയ്യുന്ന സർക്കാരിന് നമ്മൾ പേ ചെയ്തിരുന്ന ടാക്സ് എമൗണ്ട് നമുക്കിപ്പം നമ്മുടെ കൈകളിലോട്ട് കിട്ടുകയാണ്. നമുക്കത് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ സ്പെൻഡ് ചെയ്യാം, സേവ് ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കതിനെ എക്കോണമിയിലോട്ട് നമുക്ക് ആ മണി നമുക്ക് തിരിച്ച് റീറൗട്ട് ചെയ്യാം. സോ ഈ പറയുന്ന പുതിയ ബഡ്ജറ്റിൽ അത് പ്രധാന അജണ്ടയും അത് തന്നെയാണ്. സാധാരണ ജനങ്ങൾ, കോമൺ മാൻ, അവരുടെ വരുമാനത്തിൽ നിന്നും മാക്സിമം ടാക്സ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവാം. ഫലത്തിൽ സംഭവിക്കുന്നത് പതുക്കെ ഓൾഡ് റെജിം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ടോട്ടലി വൈപ്പ് ഓഫ് ചെയ്യുകയും ന്യൂ റെജിം എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് മാത്രം ആൾക്കാരെ കൊണ്ടുവരികയും എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അതൊരു നമുക്കൊരു അജണ്ടയായിട്ട് നമുക്കിത് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ കാണാം. അപ്പം ഇതിൻ്റെ ഒരു നമുക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, 0 മുതൽ 4 ലക്ഷം രൂപ വരെ വരുമാനമുള്ള വ്യക്തികൾക്ക് 0 റേറ്റഡ് ടാക്സ് ആണ്. അപ്പം ഈ വ്യക്തികൾക്ക് മാത്രമാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു എന്താ പറയുക സപ്പോർട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മീൻസ് ഇൻഫർമേഷൻ ഉള്ളത്. 4 ലക്ഷത്തിന് 1 രൂപയെങ്കിലും മേളിൽ, 4 ലക്ഷത്തിന് രൂപയ്ക്ക് മേളിൽ 1 രൂപയെങ്കിലും ഏൺ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇതാണ് നിയമം. ഇത് പലർക്കും, എനിക്ക് തോന്നുന്നു ഇപ്പോഴും പലർക്കും അത് ആ ഒരു ഇൻഫർമേഷൻ അന്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുമ്പ് 2.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ 5 ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടായിരുന്ന സമയത്ത് ടാക്സ് എക്സംഷൻ ഉണ്ടായിരുന്ന സമയത്തും, ഈ കഴിഞ്ഞ ഇതിൽ 7 ലക്ഷം രൂപ വരെ വരുമാനത്തിൽ ടാക്സ് എക്സംഷൻ ഉണ്ടായിരുന്ന സമയത്തും പല ക്ലയൻറ്റുകളും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, 7 ലക്ഷം രൂപ വരെ വരുമാനം എനിക്കില്ലല്ലോ, അപ്പോൾ ഞാൻ എന്തിനാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സംശയ നിവാരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത്, സർക്കാർ പറയുന്ന 0 റേറ്റഡിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടാത്തതായിട്ടുള്ളത്. അതല്ലാതെയുള്ള ബാക്കി ഏത് ടാക്സ് സ്ലാബിൽ നമ്മുടെ വരുമാനം വന്നാലും ഇൻകം ടാക്സ് റിട്ടേൺ മാൻഡേറ്ററിലി ഫയൽ ചെയ്യണം. അപ് ടു 12 lakhs പക്ഷേ എന്ത് ചെയ്യേണ്ട, ടാക്സ് പേബിൾ നമുക്ക് വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത് ഗവൺമെൻറ് റിബേറ്റ് ഇനത്തിൽ 5%, 10% ടാക്സ് സ്ലാബ്സ് റിബേറ്റ് ഇനത്തിൽ നമുക്ക് സർക്കാർ തരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ടാക്സ് എക്സംപ്റ്റഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മളത് വരുന്നത്, ടാക്സ് അടയ്ക്കേണ്ടി വരില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് വരുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ 12 lakhs ഇൻകം ബ്രാക്കറ്റിനകത്ത് വരുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. 0 മുതൽ 4 ലക്ഷം രൂപയ്ക്ക് മേളിൽ 1 രൂപയെങ്കിലും വരുമാനം നേടുന്ന ഓരോ വ്യക്തിയും ഇൻകം ടാക്സ് റിട്ടേൺ മാൻഡേറ്ററിലി ഫയൽ ചെയ്തിരിക്കണം. അത് മാൻഡേറ്ററിലി ഫയൽ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ഗുണം, നമ്മൾ ജനങ്ങൾക്ക് തന്നെയാണ് ഗുണം. ലോണോ മറ്റു കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഇൻകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രൂഫാണ് ഈ പറയുന്ന ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പം അത് മാൻഡേറ്ററിലി എല്ലാവരും ഫയൽ ചെയ്ത് തന്നെ പോവുക. ഗവൺമെൻറ് സാലറിയുടെ പീപ്പിളിനെല്ലാം തന്നെയും സാലറി സ്ലിപ്പും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും സാലറിയുടെ വ്യക്തികൾക്കെല്ലാം തന്നെ ഉണ്ട്. പക്ഷേ അതല്ലാതെ മറ്റു വരുമാനങ്ങൾ വാങ്ങിക്കുന്ന ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഇൻകം സോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കതിനുള്ളൊരു ഏറ്റവും വലിയൊരു പ്രൂഫാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് ഡോക്യുമെൻ്റ് എപ്പോഴും നമ്മൾ ചെയ്ത് തന്നെ പോവുക. ഈ ബഡ്ജറ്റിൽ അടുത്ത് ഉണ്ടായിരുന്ന ഒരു എന്ന് പറഞ്ഞാൽ സീനിയർ സിറ്റിസൻസിന് എക്സംഷൻ ലിമിറ്റ്, ഇപ്പോൾ 4 ലക്ഷം രൂപ വരെ ടാക്സ് റേറ്റ് ഇല്ല എന്ന് പറയുന്നതിൻ്റെ അതേ കാറ്റഗറി സീനിയർ സിറ്റിസൻസിന് 5 ലക്ഷം രൂപയാണ്. മറ്റൊരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു ബഡ്ജറ്റിലുണ്ടായിരുന്നെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, റെൻറ്റുകൾ മേടിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ TDS മാൻഡേറ്ററി ആയിരുന്നു. 2.4 lakhs വരെ ആയിരുന്നു മുമ്പ് എക്സംപ്റ്റഡ് ആയിരുന്നത്. 2.4 ലക്ഷം രൂപയ്ക്ക് മേളിൽ റെൻ്റായിട്ട് കളക്ട് ചെയ്യുന്ന ഓരോ വ്യക്തിയിൽ നിന്ന് TDS മാൻഡേറ്ററിലി ഡിഡക്റ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നൊരു റൂൾ ഉണ്ടായിരുന്നു. ഇന്ന് ഈ പറയുന്ന ബഡ്ജറ്റിൽ അത് അവതരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് 2.4 lakhsൽ നിന്നും 6 lakhsലോട്ട് 6 ലക്ഷം രൂപ വരെ ഉള്ള ഇൻകത്തിന് TDS പിടിക്കണ്ട എന്ന് പറയുന്നൊരു റൂള് കൊണ്ടുവന്നത് വളരെ സ്വാഗതാർഹമാണ്. റെൻറ്റ് മേടിക്കുന്ന പലർക്കും അത് ആശ്വാസമായിട്ടുണ്ട്. ഏകദേശം 6 ലക്ഷം രൂപ എന്ന് പറയുമ്പോഴേക്കും 50,000 രൂപ മാസം റെൻ്റ് ഇനത്തിൽ വരുമാനം കിട്ടുന്ന വ്യക്തികൾക്ക് TDS പിടിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു ചേഞ്ചാണ്. റെൻറ്റ് മേടിക്കുന്ന എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ വേറൊരു അപ്ഡേറ്റ് ഉള്ളതെന്ന് പറയുന്നത്, നമുക്ക് 2 വർഷത്തെ ബാക്ക് ഡേറ്റഡ് ആയിട്ട് 2 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ പലർക്കും ഇപ്പം വരുമാനം നേടുന്ന പല വ്യക്തികൾക്കും ഉള്ള പ്രശ്നം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവർക്കുള്ള അതിനുള്ള നോളജ് കുറവായിരുന്നത് കൊണ്ട് തന്നെ പലരും ഇൻകം ടാക്സ് റിട്ടേൺ കംപ്ലീറ്റ്ലി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫയൽ ചെയ്യാതിരുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഉള്ള ഒരു സുവർണ്ണ അവസരമുണ്ട്. ബാക്ക് ഡേറ്റിൽ 4 വർഷം വരെയുള്ള ഇൻകം ടാക്സ് റിട്ടേൺ, അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു അപ്ഡേറ്റാണ്. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ വരുമാന സ്രോതസ്സ്
5 ലക്ഷത്തിന് താഴെയായിരുന്നു, നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ലോണോ മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോഴേക്കും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു പ്രൂഫാണ് ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾ തരൂ എന്ന് പറയും. നിങ്ങളുടെ വരുമാന സ്രോതസ്സിൻ്റെ പ്രൂഫായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ തരൂ എന്ന് ചോദിക്കാറുണ്ട്. ബാങ്കിങ് മേഖലയിലുള്ള എല്ലാവരും ലോൺ എടുക്കാൻ പോകുമ്പോഴേക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ലോൺ എടുക്കാൻ പോകുന്നതിന് ഈ ഡോക്യുമെൻറ്റ് മാൻഡേറ്ററി ആണ്. അപ്പം നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ചിലപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നിരിക്കില്ല, നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കില്ല. അപ്പം ഇപ്പോൾ ഈ പറയുന്ന പുതിയ ബഡ്ജറ്റിൽ ലാസ്റ്റ് 4 ഇയേഴ്സ് വരെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ തന്നെ ടാക്സ് പേയബിൾ പെൻഡിങ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, നമുക്ക് ടാക്സ് പേയബിൾ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് 25%, 50%, 75% എന്ന് പറയുന്ന ഓൺ ടാക്സ് ആണ് എന്ന് പറയുന്ന പെനാൽറ്റിയോടുകൂടി ടാക്സ് നമുക്ക് അടച്ച് നമ്മുടെ ഇൻകം ടാക്സ് ഏരിയാസ് എല്ലാം ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഈ പറയുന്ന പുതിയ ബഡ്ജറ്റിൽ ഇപ്പം പ്രഖ്യാപിച്ചതിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്നത് യങ് ജനറേഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വലിയൊരു മാറ്റമാണ് ഇൻകം ടാക്സ് സ്ലാബ് ഇൻട്രൊഡക്ഷനിലൂടെ, പുതിയ ഇൻകം ടാക്സ് സ്ലാബ് ഇൻട്രൊഡക്ഷനിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുപരി തന്നെ സീനിയർ സിറ്റിസൻസിൻ്റെ സ്ലാബ് എക്സംഷൻ ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ റെൻറ്റിൽ വന്ന മാറ്റം, TDS പിടിക്കേണ്ട എന്ന് പറയുന്ന ഒരു മാറ്റം വളരെ സ്വാഗതാർഹമാണ്. ഇതിന് പുറമേയുള്ള 4 വർഷം വരെ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാമെന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നതും വളരെ സ്വാഗതാർഹമാണ്. ഇതിൽ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടീസ് മുമ്പ് നമുക്ക് 1 മാത്രമേ കൺസിഡറേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2 സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടീസ് വരെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടീസിൻ്റെ ഫയലിങ്സ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം പ്രധാനമായിട്ടും സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട 3 കാര്യങ്ങൾ: 1, 0 മുതൽ 4 ലക്ഷം രൂപ വരെ വരുമാനമുള്ള വ്യക്തികൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ മാൻഡേറ്ററിലി ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഫയൽ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്, പക്ഷേ ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. 4 ലക്ഷത്തിന് മേളിൽ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള വ്യക്തികൾക്ക് ടാക്സ് വരുന്നില്ല, ഇൻകം ടാക്സ് വരുന്നില്ല, പക്ഷേ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. 12 ലക്ഷത്തിന് മേളിൽ വരുമാനം വരുന്ന വ്യക്തികൾക്ക് മാത്രമേ എന്ത് വരുന്നുള്ളൂ, ടാക്സ് പേയബിൾ എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിലോട്ട് വരുന്നതായിട്ടുള്ളൂ. ഇനിയുള്ള വർഷങ്ങളിലെല്ലാം തന്നെയും ശ്രദ്ധിക്കേണ്ട വളരെ ഒരു വാലിഡ് പോയിൻ്റാണ്. ഇനിയുള്ള വർഷങ്ങളിലെല്ലാം തന്നെയും നിങ്ങളുടെ വ്യക്തിക്ക് ലോണോ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഫൈനാൻഷ്യൽ ആവശ്യമോ വരുന്നുണ്ടെങ്കിൽ സിബിൽ സ്കോർ മാത്രം പോരാ, ഇൻകം ടാക്സ് റിട്ടേൺ കൂടെ നിങ്ങൾ മാൻഡേറ്ററിലി ഫയൽ ചെയ്തിരിക്കണം. അത് നിങ്ങളുടെ ഇൻകം സോഴ്സിൻ്റെ ഒരു പ്രൂഫും കൂടെയാണ്. സോ എല്ലാ വ്യക്തികളും ഇൻകം ടാക്സ് കൃത്യമായിട്ട് ഫയൽ ചെയ്ത് പോകണമെന്നുള്ളൊരു ഒരു പ്രാക്ടീസ്, നമുക്ക് വരുമാനം കുറവാണെങ്കിൽ കൂടിയും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് പോകുന്ന ഒരു പ്രാക്ടീസ് സ്വീകരിച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന കാലങ്ങളിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ഹെൽപ്പ് ആവശ്യം വരുന്നൊരു സാഹചര്യങ്ങളിൽ നമുക്കത് കൂടുതൽ യൂസ്ഫുൾ ആവും. ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് മാറും. സിബിൽ സ്കോർ മാത്രമായിരിക്കില്ല, ഇനിയുള്ള മേഖലകളിൽ ചെക്ക് ചെയ്യുക, ഇൻകം പ്രൂഫും കൂടെ ഉണ്ടോ എന്നുള്ളത് മാൻഡേറ്ററിലി ബാങ്കിങ് സെക്ടറിൽ ചെക്ക് ചെയ്ത് വരുന്നൊരു പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഡ്വൈസ് നമുക്കിപ്പം തരാൻ കഴിയുന്നത്. ഫാമേഴ്സിന് എന്താണ് ഈ പറയുന്ന ബഡ്ജറ്റിൽ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് വരുന്നതെന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അതിൽ വളരെ സ്വാഗതാർഹമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി 5 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ഓരോ ഫാമേഴ്സിനും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം ഇപ്പം ഓൾറെഡി ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മുമ്പ് അത് 2 lakhs ആയിരുന്നു, അത് 2 lakhs നിന്നും 5 lakhs അത് ഇംപ്രവൈസ് ആയിട്ടുണ്ട്. സോ അത് വളരെ സ്വാഗതാർഹമാണ്. ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റെഡി ക്യാഷ്, നമുക്ക് ബാങ്കിൽ ചെന്ന് ലോൺ കൊടുക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും തന്നെ നിൽക്കേണ്ട, ഈ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റിയിലൂടെ തന്നെ എന്ത് രീതിയിലുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഫാമേഴ്സിന് 5 lakhs വരെയുള്ള ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ഗവൺമെൻറ് പുതിയൊരു സ്കീം അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സ്വാഗതമാർന്നതായിട്ടാണ്. അഗ്രികൾച്ചർ സെക്ടറിൽ ഒരുപാട് കാര്യങ്ങളിൽ ഗവൺമെൻറ് ഫണ്ട് നീക്കിയിരിപ്പ് വരുത്തിയിട്ടുണ്ട്. ഈ ബഡ്ജറ്റിൽ നമുക്ക് വളരെ ശ്രദ്ധേയമായ മറ്റൊരു പ്രഖ്യാപനം എന്ന് പറയുന്നത് മെഡിക്കൽ സീറ്റ്സ് 10,000 അഡീഷണൽ സീറ്റ് കൊണ്ടുവരുന്ന കാര്യം നമുക്ക് ഈ പറഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലുണ്ട്. അടുത്ത 5 വർഷം കൊണ്ട് 75,000 അഡീഷണൽ സീറ്റ്സും കൂടെ കൊണ്ടുവരാമെന്നുള്ളതാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് വളരെ സ്വാഗതാർഹമാണ്. മെഡിക്കൽ സ്റ്റുഡൻസ് പലപ്പോഴും അഡ്മിഷൻ കിട്ടാതെ റിപ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാറുണ്ട്. നമുക്ക് പേഴ്സണലി തന്നെ നമുക്ക് ഒരുപാട് പേരെ അറിയാമായിരിക്കാം. സോ 10,000 അഡീഷണൽ സീറ്റ്സ് കൊണ്ടുവരുന്നതിലൂടെ കുറച്ചുകൂടെ കുട്ടികൾക്ക് അത് ബെനിഫിറ്റായിട്ട് നമ്മളത് കാണുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഓർഗനൈസ്ഡ് സെക്ടറുണ്ട്, അൺഓർഗനൈസ്ഡ് സെക്ടറുണ്ട്. സോ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് ഇപ്പം കൂടുതലും ഫോറിനേഴ്സിന് താല്പര്യം ഹോം സ്റ്റേസിനോടാണ്. വീട്ടിൽ തന്നെ താമസിച്ച് വീട്ടിൽ തന്നെ അവിടുത്തെ തന്നെ ലോക്കലി ഫുഡ് ട്രൈ ചെയ്ത് അവിടുത്തെ ലോക്കൽ ഏരിയ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയാണ് ഇപ്പോഴും. അത് നമുക്ക് ഹിപ്പീസ് അല്ലെങ്കിൽ ബാക്ക് പാക്കേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. സോ അങ്ങനത്തെ ഒരു പ്രവണതയാണ് നമുക്ക് കൂടുതലും ഫോറിനേഴ്സിന് നമ്മൾ കാണുന്നത്. അപ്പോൾ കേരളത്തിൽ അങ്ങനത്തെ വിസിറ്റ്സ് കൂടുതൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ നാനാ ജില്ലകളിലുള്ള പല ടൂറിസ്റ്റ് സ്പോട്ടുകളിലും ഹോം സ്റ്റേസിനോടാണ് ഇപ്പോൾ കൂടുതൽ എൻക്വയറീസ് വരുന്നത്. സോ ഗവൺമെൻറ് ഇപ്പം ഹോം സ്റ്റേസിന് MSME സെക്ടറിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം അതിൽ തന്നെ കൂടുതൽ ലോൺസ് കാര്യങ്ങൾ മുദ്രാ ലോൺ ഹോം സ്റ്റേസിനും കൊടുക്കാം എന്ന് പറയുന്നൊരു
ഒരു സ്കീം ഇപ്പം ബഡ്ജറ്റിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു ബൂസ്റ്റാണ്. ഹോം സ്റ്റേസ് ഫെസിലിറ്റീസ് കൂടുതൽ വരാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആവും. ഫൈനാൻഷ്യൽ ബെനിഫിറ്റായിട്ട് മുദ്ര ലോണായിട്ട് ഹോം സ്റ്റേസിന് കൊടുക്കാം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഈ പറഞ്ഞ ബഡ്ജറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത് MSME സെക്ടറിനെ കൺസിഡർ ചെയ്യുമ്പോഴും കേരളത്തിൽ പ്രത്യേകിച്ച് ടൂറിസം സെക്ടർ കൺസിഡർ ചെയ്യുന്ന സാഹചര്യത്തിലും വളരെ സ്വാഗതാർഹമാണ്, അപ്രീഷിയേറ്റബിൾ ആണ്. സോ ഓവറോൾ നമുക്ക് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പുതിയ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കുന്നത് സാധാരണക്കാർക്ക് തന്നെയാണ്. അതിൽ തന്നെ ഒരു ഡിഡക്ഷൻസും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഡിഡക്ഷൻസും അലവൻസുകളും ക്ലെയിം ചെയ്യാത്ത ഇൻകം കാറ്റഗറിയിലുള്ള വ്യക്തികൾക്ക് എന്തുകൊണ്ടും പുതിയ റെജീം ഭയങ്കര സ്വാഗതാർഹമാണ്. 12 ലക്ഷം രൂപ വരെ വരുമാനത്തിന് ടാക്സ് ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ എല്ലാവരും ന്യൂ റെജീം ഓപ്റ്റ് ചെയ്യുന്നതിനോ ഓൾഡ് റെജീം ഓപ്റ്റ് ചെയ്യണമോ എന്നുള്ളത് കമ്പ്യൂട്ടേഷനിലൂടെ നിങ്ങളുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കമ്പ്യൂട്ടേഷനിലൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സർവീസിൻ്റെ അതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും സംശയ നിവാരണം ഉണ്ടെന്നെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കമ്പനിയുടെ പേര് അറൈക്കോൺ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഈ ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. എൻ്റെ പേര് അവിനീഷ് വിജയൻ. താങ്ക് യു.